വെൽക്കം ടു ഫോർവേഡ്സ് വിഷൻ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോട്ടയം നഗരത്തിലെ കാഴ്ചകളാണ്. ഇപ്പം തിരുനക്കര ക്ഷേത്രത്തിലെ തിരുവുത്സവം നടക്കുന്നതുകൊണ്ട് ക്ഷേത്രവും അതിൻ്റെ പരിസരങ്ങളും ഇപ്പം ജനനിബിഡമാണ്. ഉത്സവത്തിനോടനുബന്ധിച്ച് തിരുനക്കര മൈതാനത്തും അതുപോലെ തന്നെ ക്ഷേത്ര മൈതാനത്തും ധാരാളം വ്യാപാരികൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കാണുന്നത് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പല പ്രതിമകളാണ്. അതുപോലെ തന്നെ പണിയായുധങ്ങൾ, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇപ്പം ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് ഈ മൈതാനത്തു നിന്ന് വാങ്ങാവുന്നതാണ്. ചെടികൾ, അതുപോലെ തന്നെ പയർ വിത്തുകൾ, കാർഷിക വിളകളുടെ വിത്തുകൾ എല്ലാം ഇവിടെ ലഭ്യമാണ്. ധാരാളം അന്യ സംസ്ഥാന കച്ചവടക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഫാൻസി ഐറ്റങ്ങൾ, അതുപോലെ തന്നെ വള്ളുവനാടൻ പായസം, ഏത് സമയത്തും അവിടെ നിന്ന് വള്ളുവനാടൻ പായസം ലഭ്യമാകുന്നുണ്ട്. ക്ഷേത്ര ഓഡിറ്റോറിയം, ശിവശക്തി ഓഡിറ്റോറിയത്തിൽ രാവിലെ 8 മുതൽ 10 വരെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ഇത് ഷൂട്ട് ചെയ്തത് ഉത്സവം തുടങ്ങുന്നതിന് മുമ്പുള്ള കാഴ്ചകളായതുകൊണ്ടാണ് ഇവിടെ ആള് കുറവ്. അതുപോലെ തന്നെ തിരുനക്കര മൈതാനത്ത് അമ്യൂസ്മെൻറ്റ് പാർക്ക് തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളുമായിട്ടൊക്കെ എത്തുവാണെങ്കിൽ ഇതിലൊക്കെ അവർക്ക് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ കറങ്ങി നടന്ന് അവരെ സന്തോഷമാക്കാനായിട്ട് സാധിക്കും. തുണിത്തരങ്ങൾ, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ജ്യൂസുകൾ കിട്ടുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. തീർച്ചയായിട്ടും കോട്ടയം ടൗണിലെത്തുകയാണെങ്കിൽ ഈ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ഇതുപോലുള്ള സ്റ്റാളുകളും ഇവിടുത്തെ കലാപരിപാടികളും ഒക്കെ ആസ്വദിക്കാവുന്നതാണ്. കരിമ്പിൻ ജ്യൂസ് കിട്ടുന്ന സ്ഥലമുണ്ട്, ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന സ്ഥലമുണ്ട്, ഐസ്ക്രീം പാർലറുണ്ട്, വിവിധ തരത്തിലുള്ള കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ, ഇതൊക്കെ ഇവിടെ ലഭ്യമാണ്. ഇപ്പോൾ നിങ്ങൾ കോട്ടയത്ത് എത്തുകയാണെങ്കിൽ ഒരു ദിവസത്തിൻ്റെ പകുതി നേരം ഈ തിരുനക്കര ക്ഷേത്രവും അതിൻ്റെ പരിസരത്തുമുള്ള ഇതുപോലുള്ള വ്യാപാര സ്ഥാപനങ്ങളുമൊക്കെ കണ്ട് നിങ്ങൾക്ക് സമയം ചിലവിടാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. സന്ധ്യയുടെ സമയമാണ്, ഇപ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് എത്താൻ തുടങ്ങി. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്